എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നടന്നിട്ടുള്ള ഖാദി ബോർഡ് LDCന്റെ ആൻസർ കീ ആണ് നോക്കാൻ പോകുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നുള്ളത് വളരെ ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 1924. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചതാര്? അത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. ഇതൊരു SCERT ഫാക്ടാണ്. ഇനി താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തതേത്? അത് ഓപ്ഷൻ ഡി പാഞ്ചാലി ശപഥമാണ്. ഇനി ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയാണ്. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല ഏത് എന്ന് ചോദിച്ചാൽ അത് അവകാശ സംരക്ഷണമാണ്. ഇനി സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് നന്ദലാൽ ബോസുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ഏത് എന്ന് ചോദിച്ചാൽ അത് ലൂ ആണ്. ഇനി മാരക രോഗമായ നിപ്പയ്ക്ക് കാരണം ഓപ്ഷൻ ഡി വൈറസ്. ഇനി ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. അത് നമുക്ക് കിഴക്ക് എന്നുള്ളത് ബംഗാൾ ഉൾക്കടൽ ആണ് എന്ന് അറിഞ്ഞു എന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ സമതലങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്നുള്ളത് ഓപ്ഷൻ ഡി ഡെക്കാൻ പീഠഭൂമിയാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ഝാറിയ ആണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക എന്ന് പറയുന്നുണ്ട്. നമ്മളുടെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ്. അത് ഓപ്ഷൻ സി 2, 3, 5 എന്നുള്ളതാണ്. വേലിയോർജ്ജവും ജൈവവാതകവും അതുപോലെ സൗരോർജ്ജവും. പിന്നെ താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2, 3, 4, 8. അതായത് ഗോതമ്പ്, കടുക്, അതുപോലെ പുകയില ആൻഡ് പഴവർഗ്ഗങ്ങൾ. ഇതൊന്നും ഖാരിഫ് വിളകൾ അല്ല. ഇനി യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി പരുത്തിയാണ്. പിന്നെ കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇത് കറക്റ്റ് SCERTയിലെ 4 പോയിന്റുകളാണ്. അതിൽ ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവർ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് 2ാം സ്ഥാനം എന്നുള്ളതിനെ 1ാം സ്ഥാനം എന്നാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനം തന്നെയാണ് ഉള്ളത്. അപ്പോൾ അവർ ആ ക്വസ്റ്റ്യൻ ഇനി എന്ത് ചെയ്യുന്നുള്ളത് അറിയില്ല. പക്ഷേ SCERT പോയിന്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നതാണ് തെറ്റ്. ഓക്കെ, അതിൽ കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണുള്ളത് എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ളത്. ഇനി സമത്വ സമാജം എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് അത് ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ ആണ്. ഇനി ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി 2023 ജൂലൈ 14. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഓപ്ഷൻ സി 44 ആണ്. ഇതെല്ലാം നമ്മൾ ഇന്നലെ ക്വസ്റ്റ്യൻസ് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ അത് 42ാം ഭേദഗതിയാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് രംഗനാഥ മിശ്ര ആണ്. ഇനി ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന് അത് 22 ജൂലൈ 1947 എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി സത്യമേവ ജയതേ എന്നുള്ളതാണ്. ഇനി ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി ആന ആണ്. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ അത് 2005 ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ പാർട്ട് 4A ആണ് എന്നുള്ളത് പറയാം. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അംഗീകാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി 226 എന്നുള്ളതാണ്. ഇനി INA രൂപീകരിച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പലവർക്കും ഇവിടെ തെറ്റിപ്പോവാം. സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് വിചാരിക്കാം, പക്ഷെ അത് റാഷ് ബിഹാരി ബോസ് ആണ്. ഓക്കെ, അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം സുഭാഷ് ചന്ദ്രബോസ് അതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇനി ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്രം നിയമം നടപ്പിലാക്കിയത് ഓപ്ഷൻ എ ലിറ്റൺ പ്രഭു ആണ്.
ഇനി വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ശാരദാ സദൻ ആണ്. ഇനി ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1969 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. പിന്നെ നമ്മളുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത് ഏതു കൃതിയിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ അത് ആനന്ദമഠം എന്നുള്ളതാണ്. ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇനി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആര് എന്ന് ചോദിച്ചാൽ അത് VP മേനോൻ ആണ്. ഇനി ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ദാദാബായ് നവറോജി ആണ്. ഇനി കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി VO ചിദംബരം പിള്ള ആണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഓപ്ഷൻ ബി ഇടുക്കിയാണ്. പക്ഷേ ഇത് അവർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന സമയത്ത് അത് പാലക്കാടായിരുന്നിരിക്കാം, എന്നാൽ നിലവിൽ അത് ഇടുക്കിയാണ് എന്നുള്ളത് അറിഞ്ഞു വെക്കുക. ഇനി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ ആരാ എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ സി PJ ആന്റണി ആണ്. പിന്നെ ഏഷ്യാഡ്സിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി MD വത്സമ്മ ആണ്. ഇനി പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏതു നദിയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ്. ഇനി വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ ഏതു കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ്? അത് ഓപ്ഷൻ സി നവീന ശിലായുഗത്തിന്റെ അവശേഷിപ്പുകളാണ്. ഇനി ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല എന്ന് പറയുന്നത് ഓപ്ഷൻ എ കണ്ണൂർ. ഓക്കെ, ഇനി സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി 1984. ഇനി ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി വയനാടാണ്. പിന്നെ കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. ഇനി ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികളാണ്. ഇനി ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ല എങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? നമുക്കെല്ലാവർക്കും അറിയാം, അയ്യങ്കാളിയാണ്. ഇനി സവർണ ജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? അത് ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏത് എന്ന് ചോദിച്ചാൽ അത് ജാതിക്കുമ്മി ആണ്. ഇനി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ഗൗരി പാർവതി ബായി ആണ്. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരള സിംഹം. ഇത് രചിച്ചത് ആരാണ്? അത് ഓപ്ഷൻ ബി സർദാർ KM പണിക്കറാണ്. ഇനി 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട്ട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിൽ എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ആനി ബെസന്റ് ആണ്. ഇനി പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ എ കുമാരഗുരുദേവനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയായിരുന്നു ഓപ്ഷൻ എ ചേറ്റൂർ ശങ്കരൻ നായർ. അടുത്തത് നമ്മളുടെ സയൻസുമായി ബന്ധപ്പെട്ടതാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് ഓപ്ഷൻ ബി മെനിഞ്ചസ്. ഇനി ഒരു ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ് എന്നുള്ളതാണ്. ഇനി അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഓപ്ഷൻ സി ഗോയിറ്റർ. ഓക്കെ, ഇനി കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി അത് തെന്നി നീങ്ങുന്ന അസ്ഥിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏതു പേരിൽ അറിയപ്പെടുന്നു? അത് ഓപ്ഷൻ എ ശലഭം പദ്ധതി എന്നുള്ളതാണ്. ഇനി പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാസന്റെ പുസ്തകം ഏത്? അത് നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ്.
സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ കുന്തിപ്പുഴ എന്നുള്ളതാണ്. ഇനി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി കാസർഗോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നുള്ളതാണ്. ഇനി 70 ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനമാണ് ഓപ്ഷൻ സി ഏഴോം. അടുത്തത്, ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. അതിലെ ശരിയായിട്ടുള്ള ജോഡികൾ എന്ന് പറയുന്നത് 1ഉം 3ഉം മാത്രമാണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 1ഉം 3ഉം. ഇനി ഏതു ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? അത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്ന ഓപ്ഷൻ ഡി സിങ്കിന്റെ അയിരാണ് കലാമിൻ. ഇനി അഷ്ടനിയമം ആവിഷ്കരിച്ചത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഓപ്ഷൻ ബി ന്യൂലാൻഡ്സ് ആണ്. ഇനി ജലത്തിന്റെ ഘടകമൂലകങ്ങൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ഹൈഡ്രജനും ഓക്സിജനും ആണ്. ഇനി തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം എന്ത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി PVC ആണ്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി വികിരണം. ഇനി സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏവ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അത് 2ഉം 3ഉം ആണ്. അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്ര? അത് 27 1/3 ആണ്. അടുത്തത്, പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏതു തരം ചലനമാണ് എന്ന് ചോദിച്ചാൽ അത് വർത്തുള ചലനം ആണ്. ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി നീരാവി എന്നുള്ളതുമാണ്. GK ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും സയൻസിൽ കുറച്ചൊന്ന് ഉള്ളിലേക്ക് ഇറങ്ങി നോക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് നമ്മുടെ മാത്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഞാൻ ആൻസേഴ്സ് പറഞ്ഞു പോവാം. 81ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, അതായത് ഒരു സിമ്പിൾ സബ്ട്രാക്ഷൻ കൊടുത്തിരിക്കുന്നതാണ്, മൈനസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 60 87 എന്നുള്ളത്. ഇനി 16 24 32 എന്നീ സംഖ്യകളുടെ ലസാഗു കാണാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഓപ്ഷൻ ഡി 96 എന്നുള്ളതാണ്. ഇനി 83ലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 7/16 എന്നുള്ളതാണ്. ഇനി 84ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 0.152 എന്നുള്ളത്. ഇനി 85ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 5/6 എന്നുള്ളതുമാണ്. അടുത്തത് 86ന്റെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 13 എന്നുള്ളതും 87ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 14 എന്നുള്ളതുമാണ്. ഇനി 88ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 8 സെക്കൻഡ് എന്നുള്ളതാണ്. 89ന്റെ ആൻസർ, അതായത് ഉസാഗ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 4 എന്നുള്ളതാണ്. ഇനി 90ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 2.1 എന്നുള്ളതാണ്. അതുപോലെ 91ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 4 എന്നുള്ളതാണ്. ഇനി ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ 92ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 29 എന്നുള്ളതാണ്. അടുത്തത് 93ാമത്തെ ക്വസ്റ്റ്യൻ റോഡ് കിലോമീറ്റർ, അപ്പോൾ ശർക്കര ഓപ്ഷൻ എ കിലോഗ്രാം. ഇനി കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 3 എണ്ണവും എന്താണ്? ആ ഭാജ്യസംഖ്യകളാണ്. ഓപ്ഷൻ സി 15 മാത്രം എന്താണ്? അത് ഭാജ്യസംഖ്യയാണ്. ഇനി 95ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 6 എന്നുള്ളതാണ്. അതുപോലെ 96ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 21 എന്നുള്ളതാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ഓഡ് വൺ എന്ന് പറയുന്നത് ബാക്കിയെല്ലാം ഒരു ഷേപ്പുകളാണ്. ഇത് ന്യൂനകോൺ എന്ന് പറയുന്നത് ഒരു ആംഗിൾ ആണ്. ഇനി 98ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 39 ആണ്. 99ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 125. 100ന്റെ ആൻസർ, അതായത് കലണ്ടറിന്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ശനിയുമാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് എക്സാം എഴുതിയിട്ടുള്ള എല്ലാവരും നല്ല രീതിക്ക് അതിൻ്റെ ആൻസേഴ്സ് എല്ലാം എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.